ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലാണ് ട്ടോ. ഇതെനിക്ക് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. ഇത് തമിഴ്നാട് സ്പെഷ്യൽ കജട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് നമ്മളെ നാട്ടിലത്തെ വെട്ടി കേക്കുമായിട്ട് സാമ്യമുള്ളൊരു സാധനമാണ്. പക്ഷേ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തമിഴ്നാട് ഇങ്ങനത്തെ ഈ ഒരു ഇതാണ് ട്ടോ. ഇതിന് പറയുന്ന പേരാണ് മുട്ടൈക്കോസ് എന്ന് പറയും. അതേപോലെ തന്നെ കജട എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ വെടിക്കേക്ക് എന്ന് പറയും. ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഷഹന നൗഷാദിന് വേണ്ടി സ്പെഷ്യലായിട്ടാണ്. അപ്പോൾ ഈ ഒരു തമിഴ്നാട് കച്ചട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മൾ മൈദ എടുക്കണത് അതിൻ്റെ നേർ പകുതിയാണ് പഞ്ചസാര എടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഏലക്കായും കൂടി ഇട്ട് കേട്ടോ. നല്ല ഫ്ലേവർ ഉള്ളതാണെങ്കിൽ 2 അല്ലാന്നുണ്ടെങ്കിൽ 3 4 ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നാണ്. ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുട്ടൻ്റെ അളവാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഒന്ന് ആ ഒരു മുട്ട നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നാണ്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് മാവ് ഉണ്ടാക്കേണ്ട ഒരു വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മൈദയിലാണ് ചെയ്യേണ്ടത്. മൈദയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഇത് വരിക. ഇല്ല നിങ്ങൾക്ക് മൈദ തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ വീറ്റ് ഫ്ലോറിലും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത അരിപ്പൊടിയില്ലേ നമ്മളെ പച്ചരിപ്പൊടി, നൂൽപുട്ടിൻ്റെ പത്തിരിപ്പൊടി എന്നൊക്കെ പറയുന്നത് അതാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് കേട്ടോ. അപ്പക്കാരാണ് ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്താണ്. ഇനിയിപ്പോൾ വേണ്ടത് നെയ്യോ ബട്ടറോ ഇഷ്ടമുള്ള ചേർക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടൻ്റെ കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മാവ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണ വെട്ട് കേക്ക് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയിൽ കുഴച്ചിട്ട് ഇത് പരത്തിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുക. വെട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മേലെ കത്തി കൊണ്ട് വെട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കുക. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ മാത്രമാണ് മാറ്റമുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയാൽ പോരാ. ഇത് കുഴച്ചെടുക്കലല്ല. ഇതിലേക്ക് ഇനി കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസായിട്ടാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതൊരു 1/2 കപ്പോളം ഞാൻ പാലെടുത്ത് വെച്ച് ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഈ മുട്ടൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഈ പാലിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പോൾ ആദ്യം 1/4 കപ്പ് ഒഴിച്ച് നോക്കുക. ഒന്നിച്ച് ഒഴിക്കണ്ട. എന്നിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുക കേട്ടോ. കയ്യിലൊട്ടുന്ന ഒരു പാകത്തിലാണ് ഇത് വേണ്ടി കേട്ടോ. നന്നായിട്ട് കുറച്ചൊരു ലൂസായിട്ട് കയ്യിലൊട്ടുന്ന പാകത്തിലാണ് വേണ്ടിയത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ. ഒന്നും കൂടെ കുറച്ചും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമല്ല വേണ്ടത്. കൈ കൊണ്ട് തൊട്ട് നോക്കുക. അപ്പോൾ ഒട്ടുന്ന പാകത്തിൽ ആയിട്ടില്ല. ഇതിപ്പോൾ കുഴക്കുന്ന പാകത്തിലായിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പും കൂടെ പാല് ബാക്കിയുള്ളത് ഞാൻ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 1/2 കപ്പ് പാല് കറക്റ്റായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പം ചെറിയ 1 2 ടേബിൾ സ്പൂൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാവും. അതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് കുഴച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ഞാൻ സ്പൂൺ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് കാണിച്ച് തരാം. കൈ കൊണ്ട് കുഴക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കുഴക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂസായി വരും. ഇപ്പോൾ കണ്ടില്ലേ? ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത്രയും ലൂസായിരിക്കണം മാവ് ഉണ്ടാവുന്നത്. ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ റവ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിന്നണ സമയത്ത് ഒരു തരി തരിയായിട്ട് കടിക്കാനും രസമാണ്. അപ്പോൾ ഇത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷമാണിത്. 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് സെറ്റായിട്ട് വരും. ഇതിലുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ നമ്മൾ ആ ഒരു റവ ഒന്ന് വലിച്ചെടുക്കും കേട്ടോ. ഇതിനിപ്പോൾ കയ്യിലൊട്ടാത്തൊരു പാകത്തിലാവും. ഇതിപ്പോൾ കണ്ടില്ലേ? വല്ലാണ്ടൊരു ഒട്ടൽ അതങ്ങ് ഒഴിവായി കിട്ടും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുടുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണേൻ്റെ ചൂടും വളരെ പ്രധാനമാണ് കേട്ടോ. കൂട്ടി വെക്കാൻ പാടില്ല. ഒരു ചെറിയ തീയിലാക്കിയിട്ടാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നല്ല ചൂടാക്കി വെക്കുക എണ്ണ. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഇടുന്ന സമയത്ത് ഒന്ന് ഓരോ ബോൾസ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തീ ചെറുതാക്കി വെക്കുക. അപ്പോൾ ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചെറുതായിട്ടൊന്ന് കൈ മുക്കുക കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ഉരുള എടുക്കുന്ന സമയത്ത് കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കണം. നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ ആ ഒരു മാവ്ന്ന് കുറേശ്ശെ എടുക്കുക കേട്ടോ. അധികം വലുപ്പത്തിൽ എടുക്കണ്ട. കാരണം ഇത് ഇടുന്ന ഈ ഒരു വലുപ്പമല്ല ഉണ്ടാവുക. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ സൈസ് ആവും ട്ടോ. അതും കൂടെ കണക്കാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ദാ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് പിന്നെ നമ്മൾ കൈയൊന്ന് നനച്ചതിൻ്റെ ശേഷം അടുത്ത ഉരുള പിന്നെയും എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഉരുളയും ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നനച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇതാ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ട്ടോ. അപ്പോൾ ഞാൻ ഓരോ ബോൾസും ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഇപ്പോൾ നല്ല ചെറുതാക്കി വെച്ചിണ് ട്ടോ. സിമ്മിലാക്കി വെച്ചിണ്. ഈ ഒരു സിമ്മിലാണിത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ദാ ഓരോന്നും ഇങ്ങനെ നമ്മൾ തൊട്ട് കൊടുത്താൽ മതി ട്ടോ. താനേ ഇത് വന്ന് മറിഞ്ഞോളും. നമ്മൾ മറിച്ചിടൊന്നും വേണ്ട. താനേ മറിഞ്ഞോളും.
അപ്പോൾ അത് ഓരോ ഭാഗം ഒന്ന് ആവണതനുസരിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ അത് തിരിഞ്ഞ് വന്നോളും. പിന്നെ ചെറിയ തീയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഉള്ള് വേവുള്ളൂ ട്ടോ. ഉള്ള് വേവാൻ കുറച്ച് സമയം കൊടുക്കണം. അതുകൊണ്ടാണ് ചെറിയ തീയിലാക്കി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെട്ട് കേക്ക് എന്ന് പറയുമ്പോൾ ഇതിന്മേൽ വെട്ട് വരണമല്ലോ. അപ്പോൾ ഈ ഒരു വെട്ട് എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ ഇത് താനേ ഇതിന്മേൽ വെട്ട് വന്നോളൂ ട്ടോ. വേവുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പൂ പോലെ വിടർന്ന് വരും. അപ്പോൾ ഇത് കണ്ടില്ലേ എല്ലാം നല്ല വിടർന്ന് 2, 3 പൊട്ടൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി വരും. അപ്പോൾ ഈ ഒരു പൊട്ട് വന്നു കഴിഞ്ഞാലാണ് ഇത് കറക്റ്റ് ആയണോ ഇല്ല എന്നുള്ളത് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ആ ഒരു പൊട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഇത് വെട്ട് കേക്കായിട്ട് വരിക. അതുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിൽ ഇതിന് വെടിക്കേക്ക് എന്ന് പറയുന്നത്. വെടി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടുന്നതിന് പറയുന്ന പേരാണ് വെടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെടിക്കേക്ക് എന്ന് പറയാൻ കാരണം അതന്നാണ്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി നല്ല ഇതളായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മളെ കേരളത്തിലെ നമ്മളെ വെട്ടുകേക്ക് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കട്ടിയിൽ കുഴച്ചിട്ട് പരത്തിയിട്ട് അതിൻ്റെ മേലെ കത്തി കൊണ്ട് വെട്ടിട്ട് കൊടുത്തിട്ടാണ് വെക്കുക. അത് കുറച്ചും കൂടെ ഹാർഡാണ്. ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പുറമെ ഒരു ഇത്തിരി ക്രിസ്പി ആയിരിക്കും. എന്നാൽ ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ അടുത്ത് മറന്നു പോയ ഒരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ഉണ്ടാക്കലില്ലേനു. ഈ ഒരു ഷഹനാൻ നൗഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എനിക്ക് ഇൻസ്റ്റയിൽ റിക്വസ്റ്റ് തന്നതാണ് ഇതൊന്ന് കാണിക്കുമെന്ന് വെച്ചിട്ട്. ഒരു മലയാളിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അപ്പോൾ മലയാളിയാണെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിണോ ഇല്ല എന്നുള്ളത് ഷഹനാൻ നൗഷാദ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഈ ഒരു വെട്ടുകേക്ക് ഇപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇതിന് അവരെ പറയുന്ന പേരാണ് കജട എന്ന് പറയുന്നത് കേട്ടോ. അല്ലെ മുട്ടൈക്കോസ് എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വെട്ടുകേക്കിനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ അതൊരു 10 ദിവസം വരെ കേടാവാണ്ട് നിക്കും ട്ടോ. 10 അല്ല 2 ആഴ്ച വരെ കേടാവാണ്ട് നിൽക്കുന്ന സാധനമാണ്. പുറത്തന്നെ വെച്ചാൽ മതി. കുപ്പിയിലിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഓടി വന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് വാങ്ങി വെക്കുമല്ലോ. നമുക്ക് കുട്ടികൾക്കൊന്ന് എന്താ പറയുക അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി വെക്കില്ല. അതിന് പകരം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ള വീട്ടിലൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ലൈറ്റ് മധുരമേ ഇതിനുണ്ടാവുള്ളൂ. ഓവർ മധുരമൊന്നുമില്ല. അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഒരു കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. അത് കറക്റ്റ് അളവാണ്. ഓവർ മധുരമൊന്നുമില്ല. ഒരു ലൈറ്റ് മധുരമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തിന്നാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതാ ഓരോ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത്രയേ ഉള്ളൂ കേട്ടോ. 2 ബാച്ചായിട്ട് ഉണ്ടാക്കാനേ ഞാൻ ഈ മാവ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഈ ഒരു കച്ചട ഞാനിത് പ്ലേറ്റിലൊന്ന് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഇതിൻ്റെ മേലൊക്കെ നല്ല പൂ പോലെ ഇങ്ങനെ വിടർന്ന് വരും. പൊട്ടിയിട്ട് വന്നോളും. നമ്മൾ ഇതിന്മേൽ വെട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൊരിയുന്ന സമയത്ത് ഇതിങ്ങനെ വെട്ടായിട്ട് വന്നോളും. നല്ല ടേസ്റ്റാണ്. നല്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ മുറിച്ചിട്ടും കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ ആണെങ്കിൽ തീരെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. തീരെ എണ്ണയൊന്നും കുടിക്കാത്ത ഒരു സാധനമാണ്. ഒരു മീഡിയം തീയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ മീഡിയം തീയിലും ഭയങ്കര സിമ്മാക്കി തീ വെക്കാനും പോകണ്ട. അതുപോലെ തന്നെ കൂട്ടി വെക്കാനും പോകണ്ട കേട്ടോ. നമ്മൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം. ഭയങ്കര സിമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എണ്ണ കുടിക്കും. എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നല്ല സിമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ടാവുമായിരിക്കും. എണ്ണ കുടിക്കില്ല. നമ്മളിതിൽ റവയും കൂടെ ഇട്ടുകൊണ്ട് തീരെ എണ്ണയൊന്നും കുടിക്കില്ല. എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. ഇതിനെ പൊളിച്ചിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ഒരു ഇതാണ്. നമ്മളെ സാധാരണ വെട്ട് കേക്ക് കുറച്ചൊരു ഉറപ്പിലാണ് ഉണ്ടാവുക. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. തിന്നാനൊക്കെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ പൊളിക്കും. നല്ല ടേസ്റ്റാണ് കട്ടൻ ചായ ഇതും കൂടെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.